21 days കണ്ടിന്യൂസ് ആയിട്ട് ഈ വാട്ടർ മോളിക്യൂൾസിനോട് സംസാരിക്കുകയാണ്. ആ ഫീലിങ്ങോട് കൂടിയിട്ട് എന്താണോ അതിന്റെ മുകളിൽ എഴുതിയത് അതുപോലെ അതിനോട് സംസാരിക്കുകയാണ്. ഡോക്ടർ ഇമോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പനീസ് സയന്റിസ്റ്റ് ലൈഫിന്റെ ഏറ്റവും ബേസിക് ഘടകമായിട്ടുള്ള വെള്ളം വാട്ടർ മോളിക്യൂൾസിലുള്ള സ്റ്റഡി നടത്തിയതിന്റെ റിസൾട്ട് ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് കാണാം. അദ്ദേഹം ഒരു 21 days കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ മോളിക്യൂൾസിനോട് സംസാരിക്കുകയാണ് ചെയ്തത്. 2 sets ഓഫ് പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സും നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സും സെലക്ട് ചെയ്തു. അപ്പൊ അദ്ദേഹം കുറെ വാട്ടർ ഗ്ലാസ് ജാറുകളിൽ വെള്ളം നിറച്ചിട്ട് ചില ഗ്ലാസ് ജാറിന്റെ മുകളിൽ പോസിറ്റീവ് എനർജി തരുന്ന വേർഡ്സ് ഒട്ടിച്ചു. കുറച്ച് ഗ്ലാസ് ജാറിന്റെ മുകളിൽ അദ്ദേഹം നെഗറ്റീവ് വേർഡ്സ് ഒട്ടിച്ചു. അദ്ദേഹം 21 days കണ്ടിന്യൂസ് ആയിട്ട് ഈ വാട്ടർ മോളിക്യൂൾസിനോട് സംസാരിക്കുകയാണ്. ആ ഫീലിങ്ങോട് കൂടിയിട്ട് എന്താണോ അതിന്റെ മുകളിൽ എഴുതിയത് അതുപോലെ അതിനോട് സംസാരിക്കുകയാണ്. ആ വാട്ടർ മോളിക്യൂൾസിന്റെ മോളിക്കുലർ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനിങ്ങനെ ചേഞ്ചസ് വരുന്നുണ്ട് വാട്ടർ മോളിക്യൂൾസിന്. ആഫ്റ്റർ 21 days, ആ 21 daysനും പ്രാധാന്യമുണ്ട്. 21 days കഴിഞ്ഞപ്പം ഈ വാട്ടർ മോളിക്യൂൾസിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. പോസിറ്റീവ് എനർജി കൊടുത്തിട്ടുള്ള വാട്ടർ മോളിക്യൂൾസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആയിട്ട് മാറുകയാണ്. സ്നോ ഫ്ലേക്സ് പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് മാറുകയാണ്. ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ മോളിക്യൂൾസ് പ്രത്യേക സ്ട്രക്ചറിലേക്ക് പോലും വരാൻ പറ്റാതെ അതിങ്ങനെ തെറിച്ചു പോവുകയാണ്. അത് ഡാർക്ക് കളറോട് കൂടിയിട്ട് മോളിക്യൂൾ അതൊരു പ്രത്യേക സ്ട്രക്ചറിലേക്ക് പോലും അതിന് വരാൻ പറ്റുന്നില്ല. ദിസ് ഈസ് അപ്ലൈഡ് ടു അവർ ഡെയിലി ലൈഫ് ഓൾസോ. നമ്മൾ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് മോർ ദാൻ 70% നമ്മൾ വാട്ടറാണ്.